ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോ ഇടായിരുന്നു. അപ്പോൾ ഇൻട്രോ പറയാനും കൂടി മറന്നുപോയ വട്ടമായി കേട്ടോ. 2 ദിവസമായി നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരാൾ നല്ല കാര്യങ്ങളല്ലോ ഇന്നതേ കുപ്പിയൊക്കെ കഴുകി തന്നെ ഉണ്ട്, ഒന്നും പറയാതെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മുടെ ഡൈനിങ്ങൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട സ്ഥലമാണ്. നമ്മുടെ മക്കൾ ചായ കുടിച്ചിട്ട് പോയേക്കണം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് എത്ര പറഞ്ഞാലും അത് നിങ്ങൾ ക്ലീൻ ചെയ്തിടില്ല കേട്ടോ. 4 പേരായതുകൊണ്ട് ഓരോരുത്തരുടെ പെടലിക്ക് ഓരോരുത്തർ വെച്ചോളും. അതാണ് ഇവിടുത്തെ പരിപാടി. ഞാനല്ല അവനല്ല ഇവളാണ്. അതെ, ഡൈനിങ് ടേബിളൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട സ്ഥലമാണ്. ഇത് കണ്ട സെറ്റി കൊണ്ടുവന്ന് ബാഗ് വെച്ചേക്കണ്. അത് തന്നെ പറഞ്ഞേ, ഡെയിലി ഇത് ഇങ്ങനെ പഠിക്കാൻ വയ്ക്കണമെങ്കിൽ പഠിക്കാനുള്ള ബുക്ക് മാത്രം എടുത്താൽ മതിയെന്നേ. വേഗമാട്ടെ ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് അക്കച്ചിയുടെ ബാഗ് ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റിക്കേ. ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമല്ല ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇരിക്കണം. എനിക്ക് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കണം ഇഷ്ടം, നല്ല നീറ്റായിട്ടിരിക്കണം ഇഷ്ടം. നിങ്ങൾക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, അവിടെ പോയി ക്ലീൻ ചെയ്ത്. സ്ഥലത്ത് എൻ്റെ സ്റ്റഡി ടേബിളോ വൃത്തിയല്ല. എന്താണ് വൃത്തിയല്ല? അപ്പോൾ വൃത്തിയാക്കണതാരാ? അപ്പോൾ അത് ചെയ്തേ. അനങ്ങാണ്ടിരിക്കണോ? ഈ അവിടെ ചായ കുടിച്ച ഭാഗം ആരും ക്ലീൻ ചെയ്യും? അത് തന്നെ. ഞാൻ മാത്രമാണോ? ഇതാണ് കേട്ടോ ചോദ്യം. നമ്മുടെ കണ്ണപ്പൻ ഇവിടെ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ണപ്പോ എന്താണാവോ ഇവിടെ പരിപാടി? കണക്ക് പഠിക്കണ? എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ക്ലീനാക്കി നല്ല ഭംഗിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഇപ്പോൾ വീട്. ഇങ്ങനെ എനിക്ക് മോശമായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അതാണ് പ്രശ്നം. വേണ്ട അവിടെ ഒന്ന് ചീത്ത പറയാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇയാളുടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. ഒരു പണി എടുക്കുകയാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യുമായിരിക്കും അല്ലേ പാർവേ? എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തോ. ഞാൻ പശുവിനെ കറക്കാൻ പോവാണ്. കറക്കാനുള്ള ബക്കറ്റ് റെഡി. ഇനി ഇപ്പൊ വീഡിയോ മാനെ വിളിക്കട്ടെ കേട്ടാ. അതൊന്നും അത്ര വലിയ കാര്യമില്ല. ഹലോ കുഞ്ചപ്പോ, ഈ ക്യാമറ പിടിക്കാൻ ഒരാൾ വേണം. എന്തോ പറയണ്ടേട്ടാ. അത് ഉറപ്പാണ്. ഇന്നിപ്പോ കണ്ണമ്മോന്റെ പാത്രം കൊണ്ടാണ് പോയത് ചേച്ചി അക്കച്ചി. അപ്പൊ ഇന്ന് അക്കച്ചിനോട് അക്കച്ചി മിക്കവാറും ദിവസം ലഞ്ച് ബോക്സ് കഴുകില്ല കേട്ടോ. അപ്പൊ അക്കച്ചി ഇന്ന് വേഗം കഴുകി വെക്കുക, അല്ലെങ്കിൽ നാളെ കണ്ണമ്മോ പണി കൊടുക്കും. അതുകൊണ്ട് അല്ലേ പാറേ? നാളെ എല്ലാ പാത്രം കൂടി കഴിയേണ്ട വരുമല്ലേ? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓ, ബുദ്ധി. ആരാ ക്യാമറാമാൻ? വാ വേം വാ, സമയായി. അടച്ചിട്ട് ചവിട്ടിയൊക്കെ പുറത്തോട്ട് എടുത്തിട്ടിട്ട് ഞാൻ ഇതൊന്നും വാഷ് ചെയ്യാൻ ഇട്ടിട്ടില്ല. ഇനി ഓരോന്നായിട്ട് നമുക്ക് വാഷ് ചെയ്യണം. ഇതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അടക്കി പുറത്തിൽ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡായി. പിന്നെ 1 അരമണിക്കൂർ കിടക്കാനുള്ള സമയം ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പോയി കിടന്നു. ഇനി വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ നോക്കിക്കാണ്. ഒരാളെ കറക്കണുള്ളൂ, ബാക്കിയൊക്കെ കറവ രാവിലെ ഉള്ളൂ കേട്ടോ എല്ലാവരുടെയും. ശങ്കരി, നന്ദിനി, ഭദ്രപ്രിയേ, നിന്നോട് വയ്യ കുടിക്കാൻ പറഞ്ഞാണ്. അങ്ങനെ കുടിപ്പിക്കണ്ട മോനെ. ഓ, ഒരമ്മേ മോനും എടുത്തിട്ട് ഇത് എടുക്കാൻ സമാനം തീറ്റല്ലോ. ഡം ഡം ഡം.
ഷീറ്റുണ്ട്. ഭദ്രമ്മക്ക് ഷീറ്റുണ്ട്. ഭദ്രമ്മേനെ കുത്താൻ ഡോക്ടർ വരുന്നുണ്ട്. നമുക്ക് കറക്കാൻ സ്റ്റൂൾ എടുത്തിട്ടില്ല. സ്റ്റൂൾ എടുക്കണം, എണ്ണ എടുക്കണം, തുണി എടുക്കണം. എന്തിനാ അത് എന്ത് ചെയ്യാൻ പോണ? അവിടെ ആ ഹോളിൽ കൂടി വെള്ളം പോകില്ല കേട്ടോ. വെള്ളം തീറ്റ നിറഞ്ഞിരിക്കുന്നു. ഭദ്രമ്മയുടെ ഇത് നോക്കി, ഇത് കാണിച്ചു കൊടുത്തേ കണ്ട. ഇതിനകത്ത് ചവിട്ടിയ തെങ്ങി വീഴും. വായിക്കുന്നത് ചാക്ക് എടുത്തിട്ട് വരുള്ളൂ. വാലിലൊക്കെ ഇതാക്കിയിട്ട വെള്ളം ഒഴിച്ചിട്ട് സുഭദ്ര പെണ്ണി, സുഭദ്ര പെണ്ണി, സുഭദ്ര പെണ്ണി. സുഭദ്ര പെണ്ണിനെ ഹീറ്റുണ്ടായിരുന്നെങ്കിൽ സുഭദ്ര പെണ്ണിനെ കുത്തായിരുന്നു. കുഞ്ഞപ്പശുവിന്റെ കറവയുണ്ടാ. കുഞ്ഞപ്പശുവിന്റെ കറവ ഭയങ്കര ഫേമസ് കറവയായിരുന്നു. ഒരുപാട് പേര് കണ്ടായിരുന്നു കുഞ്ഞപ്പശുവിന്റെ കറവ, അല്ലേ കുഞ്ഞുമ്മോ? കുഞ്ഞുമ്മോ അപ്പൊ സോയ എടുക്കാൻ പറയും. സോയ അത് 10 കിലോ എടുത്താൽ മതി. കണ്ണാ ലൂസ് ഉണ്ടാന്ന് ചോദിച്ചേ, പൊട്ടിച്ചതുണ്ടാവോ? പെട്ടുകൂടി ഉണ്ടാവൂല. അതാ നന്ദിനിക്ക് വെച്ചു കൊടുത്ത പോലെ. ഈ പാത്രം ഭദ്ര കഴിക്കാനുള്ള നന്ദിനിക്ക് വെച്ചോളൂ. പാറു എടുത്തു കൊടുക്കുന്ന പാറു. നന്ദിനിക്ക് വെച്ചു കൊടുക്കും.
അവനാ പശു തീറ്റ കഴിക്കില്ലാണ്ട് പശുക്കള്. അറവയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മള് ഫ്രീ സമയമാണ്. ഇനി വിളക്ക് കൊളുത്താനുള്ള പരിപാടിയില്ല. അമ്മേ എന്തെടുക്കേ? ഭദ്രേനെ കുത്തിയോ അമ്മ? ഭദ്രേനെ കുത്തിയോ? ദേഷ്യം ദേഷ്യം. ആ അയ്യോ ഞാൻ വന്നില്ല. ഗൈസ് ഞാൻ അടിച്ചതാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ സ്പ്രൈറ്റ്. അമ്മ സ്പ്രിന്റ് ഉണ്ടോ? അമ്മ സ്പ്രിന്റ് ആണോ സ്പ്രൈറ്റ് ആണോ? രണ്ടുണ്ടോ? സ്പ്രിന്റ് എടാ സ്പ്രിന്റ് എന്ന് പറഞ്ഞ വല്ല ജ്യൂസ് ഉണ്ടോ? സ്പ്രിന്റ് എന്ന് പറഞ്ഞ വല്ല ഇതുണ്ടോ? സ്പ്രൈറ്റോ? സ്പ്രൈറ്റ്. അയ്യോ എന്തോ ഒരു അതെന്താ ഇത്ര വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്മാർട്ട് വാച്ചിൽ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുറെ നേരം അതിനകത്തിട്ട് പണിയാനായിട്ട്. അപ്പൊ അതിനകത്ത് നിന്ന് എന്തോ പാട്ടൊക്കെ വന്നപ്പോ അതിന്റെ സന്തോഷത്തില് കണ്ട ഒരു ഡാൻസാണ് കണ്ടത്. ഈ മോളൊക്കെ എന്താ ഈ പഠിക്കണോടത്തൊക്കെ കൊണ്ടെന്ന് വെച്ചേ ചീപ്പ്. ഹലോ ബേബി ഇതെന്താ? നന്നായി, അതും കൂടി അങ്ങ് വലിച്ചെറിഞ്ഞ് കളയായിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ബൈ 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 ബൈ.